ഒക്കെ നമ്മളെ അങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് നമുക്ക് ബാക്കിലോട്ട്. ഇത് നല്ല രീതിയിലുള്ള സ്റ്റാൻസ് ഉള്ള വണ്ടി തന്നെയാണ് ഈ ഒരു ബൊളേറോ. റഫ് റോഡ്സിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാം. ഫ്രണ്ടിലുള്ള സീറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് SUVs ആയ ഇപ്പോഴും നമ്മുടെ ഓൾഡ് സ്കൂൾ ലാഡർ ഫ്രെയിം ചേസസിലൊക്കെ ഇറക്കി ആ സ്റ്റാൻഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മഹേന്ദ്രയുടെ ബൊളേറോ B6 ആണ് വേരിയന്റ്, അതായത് മിഡിൽ വേരിയന്റ് ആണ്. മഹേന്ദ്ര വണ്ടികളിൽ പേഴ്സണലി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് ബൊളേറോ. സോ ഇതിപ്പോൾ 2020 മോഡലാണ്. 2000-ലാണ് നമ്മുടെ ബൊളേറോ ഇറങ്ങുന്നത് ഇന്ത്യയിൽ. അത് നമ്മുടെ പൂജയുടെ 4 സിലിണ്ടർ നോൺ ടർബോ ഡീസൽ എഞ്ചിൻ വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഇതിപ്പോൾ ഉള്ളത് 1.5 ലിറ്റർ BS6 കംപ്ലൈന്റ് 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 2016-ലാണ് ശരിക്കും 1.5 3 സിലിണ്ടർ എഞ്ചിൻ മഹേന്ദ്ര ഇറക്കുന്നത്. അത് കഴിഞ്ഞ് 2019 ഒരു BS4 അപ്ഡേറ്റ് വന്നു. അത് കഴിഞ്ഞ് 2020-ലാണ് BS6 കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ ഈ എഞ്ചിൻ വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ ഒരു വേരിയന്റ് നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ബൊളേറോക്ക് വരുന്നത് അറൗണ്ട് ഒരു 10.5 lakhs ആണ് ഓൺ റോഡ്. ഈ ഒരു യൂസ്ഡ് ബൊളേറോക്ക് വരുന്ന പ്രൈസ് അറൗണ്ട് ഒരു 7.5 lakhs റേഞ്ചിലാണ്. സോ ഈ ഒരു പ്രൈസിന് നമ്മുടെ ഈ ഒരു ബൊളേറോ വർത്താണോ നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ കീ വന്നേക്കുന്നത്. നമ്മുടെ മഹേന്ദ്രയുടെ ലോഗോ ഒക്കെ കാണാം, പഴയ ലോഗോ. ഫ്ലിപ്പ് കീ ആണ് വന്നേക്കുന്നത്. ഇതിലിപ്പോൾ ലോക്ക് ഉണ്ട് ആൻഡ് അൺലോക്ക്. ഇതിപ്പോൾ ജസ്റ്റ് ലൈറ്റ് കത്തിക്കാനുള്ളതെന്ന് തോന്നുന്നു. ആൻഡ് നമുക്കിനി സ്ട്രൈറ്റ് അവേ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമുക്ക് 90 ഡിഗ്രി നമ്മുടെ ബാക്ക് ഡോർ തുറക്കാം. അറൗണ്ട് 290 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് ശരിക്കും വരുന്നത്. ഈ സീറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തും വെക്കാം. അപ്പോൾ കുറച്ചും കൂടെ ബൂട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കട്ടെ. ഇവിടെ നിന്നാണ് നമുക്ക് കയറാൻ ഏറ്റവും സൂട്ടബിൾ. ഇതിപ്പോൾ അടച്ചിട്ട ഈ ഒരു ലെഗ് റൂമും ഇപ്പോൾ രണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടമായിരിക്കും. ഒരാളാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോവാം. ഇതാണ് എൻ്റെ ഹെഡ് റൂം വന്നേക്കുന്നത്. തട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇത് കുറച്ച് കഷ്ടമായിരിക്കും. ഇനി ഇത് ജസ്റ്റ് നമുക്ക് തുറന്നിട്ട് ഇവിടെ ചവിട്ടി വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം. അതാണ് നമ്മൾ ബൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ സ്പേസൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. മാക്സിമം ഞാൻ ബാക്കിലോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. കൈ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വെക്കാം. നമുക്ക് ആംബ്രസ്റ്റ് ഒന്നുമില്ല. പാസഞ്ചറിന് ഒരു വലിയ ഷെയ്ഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു മിററൊക്കെ കാണാം. ലൈറ്റ്സ് ഒന്നുമില്ല. ഇവിടെ വേണം നമുക്കിങ്ങനെ പിടിച്ചിരിക്കാം. നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇവിടെ ആയിട്ട് നമ്മുടെ എയർവെൻസ് ഒക്കെ കാണാം. ഒരു കൂട്ടം ടച്ചസ് ഇവിടെയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ലുക്സ് പ്രിറ്റി ഗുഡ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചിരിക്കാം. ഇവിടെ കുറച്ച് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ നമ്മുടെ എയർ ഫ്ലോൻ്റെ ഡയറക്ഷനൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യാം. ഡോറ് തുറന്നാൽ ഇവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ്, ഒരു കോയിൻ സ്പേസ് കാണാം. ഇനി നമുക്ക് ഈ സ്റ്റെപ്പിലൊക്കെ ചവിട്ടി നമുക്ക് അങ്ങനെ ഇറങ്ങാം. ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ്. നൈസായിട്ട് അങ്ങനെ തുറന്ന് സൗണ്ടൊക്കെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഡോർ അടച്ച് തുറന്ന് ഉള്ളിൽ കയറുന്നതിൻ്റെയൊക്കെ. ഇവിടെയായിട്ട് നമ്മുടെ പവർ വിൻഡോൻ്റെ സ്വിച്ചൊക്കെ കാണാം. ചെറിയൊരു വിൻഡോ ആണ്. ഇവിടെയൊക്കെ ഫിക്സഡ് ആണ്. ഇവിടെയും നമുക്ക് ഫിക്സഡ് ഗ്രാബ് ബാറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പേസ് നോക്കട്ടെ. ഇതാണ് ഇപ്പം എൻ്റെ ലെഗ് റൂം വന്നത്. ഐ എം 5'11". ഇതിൻ്റെ തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ലെഗ് റൂം അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾക്കാർക്ക് ലെഗ് റൂം ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ സീറ്റ് ഏറ്റവും ബാക്കിലോട്ടേക്ക് ഇട്ടതാണ്. ഇത്ര ബാക്കിലോട്ട് ആരും ഇടില്ല. ഇനി ഇട്ടാൽ തന്നെ ഇവിടെ ഇരിക്കാൻ ആർക്കും പറ്റത്തില്ല. സീറ്റിൽ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. നമുക്കങ്ങനെ വെക്കാം. ഫ്രണ്ടിലുള്ള സീറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഫ്രണ്ടിലുള്ള ആൾക്കാരെക്കാട്ടും എനിക്ക് ശരിക്കും കുറച്ച് നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഇവിടെ ആയിട്ട് നമ്മുടെ ലൈറ്റ്സ് ഒക്കെ കാണാം ഇൻ വൈറ്റ്. ഇവിടെ ആയിട്ട് 2 സീറ്റ് പോക്കറ്റ്സ്. ഇതാണ് എൻ്റെ ഹെഡ് റൂം വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെഡ് റൂം ഉണ്ട്. എന്തായാലും ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ടും ഐ എം 5'11". തലയൊന്നും തട്ടുന്നില്ല. അത്യാവശ്യം കൊള്ളാം. രണ്ടാൾക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നടുത്തൊക്കെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ സൈഡിൽ രണ്ടാൾക്കും നല്ല രീതിയിൽ തലയൊക്കെ ബാക്കിലോട്ടൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം. സോ അതൊക്കെയാണ് നമ്മുടെ മിഡിൽ റോൻ്റെ വിശേഷങ്ങൾ. സീറ്റ്സ് എടുത്ത് നോക്കിയാൽ ഇത് പുറത്തുനിന്ന് ചെയ്താന്ന് തോന്നുന്നു. ഒരു റെഡിലും ബ്ലാക്കിലും ആയിട്ട് ലെതറിൽ കവറൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഫോർ ബൊളേറോ എന്നൊക്കെ എഴുതിയേക്കുന്നത് കാണാം. കവർ കൊടുത്തുകൊണ്ട് ഒരു ചെറിയൊരു കംഫർട്ട് എലമെൻറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ ആക്കാൻ. സ്ട്രെയിറ്റ് ടു ദി ക്യാബിൻ. അതിൻ്റെ ഒരു വലിയ നമ്മളെ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് വീല് പോലെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ മഹേന്ദ്രയുടെ പഴയ ലോഗോ ഒക്കെ കാണാം. ആൻഡ് ഇതാണ് നമ്മുടെ ഹോണൊക്കെ വന്നേക്കുന്നത്. ഇവിടെ നമ്മുടെ ഡോറിൽ കുറച്ച് കോയിൻ സ്പേസ്. ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അതിപ്പോൾ എന്തിനാണുള്ളതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൻ്റെ ഇത്, പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ എയർവെൻസ് ഇവിടെ കാണാം. ഇങ്ങോട്ടേക്ക് അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ കാണാം. നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ട്രിപ്പിൻ്റെ ടൈം, പിന്നെ നമുക്ക് വേണ്ട വാർണിംഗ് ലൈറ്റ്സ് ഒക്കെ. ഇവിടെ നമ്മുടെ എമർജൻസി ലൈറ്റ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ സ്പീഡോമീറ്റർ വന്നേക്കുന്നത്. അതിൽ നമ്മുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ, ഫ്യൂവൽ ലെവൽ, പിന്നെ സ്പീഡോമീറ്റർ, പിന്നെ ടാക്കോമീറ്റർ, പിന്നെ നമ്മൾ ഓഡോമീറ്റർ, ആ പരിപാടികളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ
കൂടുതലായിട്ട് നമുക്ക് സിമ്പിളായി കൊടുത്തിട്ടുണ്ട്. ആൻഡ് മഹേന്ദ്രയിൽ നിന്നുള്ള ഒരു കെൻവുഡിൻ്റെ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി വന്നേക്കുന്നത് 2 സ്പീക്കേഴ്സാണ് നോർമലി ബൊളേറോന് വരുന്നത്. ഇതിപ്പോൾ ബാക്കിലും സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ ബാക്കൊന്നും വരുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ്സിൻ്റെ ഒക്കെ സ്വിച്ച്, ഇവിടെ നമ്മുടെ ഫാൻ സ്പീഡിൻ്റെ സ്വിച്ച്, AC-യുടെ കൺട്രോൾസ്, ഇവിടെ താഴെയായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ പോർട്ട് കാണാം. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡിഫോക്കറിൻ്റെ സ്വിച്ച് കാണാം, 2 ഡിഫോക്കേഴ്സ്. ആൻഡ് വന്നേക്കുന്നത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ബൊളേറോന് ഓട്ടോമാറ്റിക് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ നോബ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു മെറ്റാലിക് ടൈപ്പ് ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കാണാൻ കൊള്ളാം. ആൻഡ് നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഹിയർ, 2 കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ നമ്മുടെ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ആണ്. മുകളിലോട്ടേക്ക് ആക്കിയാൽ വണ്ടച്ചോ പ്രോബ്ലം ഒന്നല്ല, എല്ലാ കൺട്രോൾസും ഇവിടെ ആയിട്ടാണുള്ളത്. ആൻഡ് ഇവിടെ ലിറ്റിൽ സ്പേസ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്ലോ ബോക്സ് കാണാം. അത്യാവശ്യം സ്പേസ് കുറഞ്ഞ ഗ്ലോ ബോക്സ് ആണ്. പ്ലാസ്റ്റിക്സ് ഒക്കെ അത്യാവശ്യം ഷാർപ്പ് പ്ലാസ്റ്റിക്സ് ആണ്. മിറേഴ്സ് ഒന്നും ഓട്ടോ ഡിമ്മിങ് അല്ല, എല്ലാം മാനുവലാണ്. ഇവിടെ നമ്മുടെ ബിഗ് ഷെയ്ഡ് തന്നെ കാണാം. ഡ്രൈവറിന് മിററൊന്നും വന്നിട്ടില്ല. ഇത് വേണം നമുക്ക് ഇവിടുന്ന് ഇളക്കി വെക്കാം. ഇവിടെ അടിയിലായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് കണ്ടോ, നമ്മൾ ഇവിടുത്തെ ലൈറ്റ്സ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറത്തുനിന്ന് കാണാൻ നല്ല രസമായിരിക്കും. ഈ ഒരു ലൈറ്റ്സ് ആഫ്റ്റർ മാർക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ലൈറ്റ്സ് ഇവിടെ കാണാം. ഓട്ടോ ഹെഡ് ലാംപ്സ് ഒന്നും വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ സൗണ്ട്. പിന്നെ ആസ് ഓബ്വിയസ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഫ്ലൂയിഡ് ആൻഡ് വൈപ്പ് അത്രയേ ഉള്ളൂ. ബാക്കിലും വൈപ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല ഈ ഒരു വേരിയൻറ്റിന്. ഇനി നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എക്സ്റ്റീരിയറും കൂടെ ചെക്ക് ചെയ്തിട്ട് വരാം. ഫ്രണ്ടിലോട്ട് എടുത്താൽ ആ ലൈറ്റ്സ് എന്തായാലും കൊള്ളാം. ആ മുകളിൽ കാണിച്ച ലൈറ്റ്സ് എന്തായാലും നല്ല രീതിയിൽ നല്ല എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് വന്നേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് മുകളിലത്തെ വേരിയൻറ്റിൽ നമ്മൾ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ലൈറ്റ് ഓൺ ആയിട്ട് വരും. അതിന് ഇവർ സ്റ്റാറ്റിക് ബെൻഡിങ് എന്തോ ആണ് അവർ വിളിക്കുന്നത്. നമ്മൾ B6O എന്ന് പറഞ്ഞ വേരിയൻറ്റിലാണ്. ഇതിൽ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിൽ ഇതിലത് വന്നിട്ടില്ല. പിന്നെ ഒരു ചെറിയ DRL ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ക്രോം ട്രീറ്റ്മെൻറ്റ്സ്. താഴെയായിട്ട് നമ്മുടെ ഫോഗ് ലാമ്പൊക്കെ കാണാം. ഇത് നല്ലൊരു ഗ്രില്ല് തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം മിനിമലിസ്റ്റിക് ആണ്, ബട്ട് എന്നാലും നല്ല റഗ്ഗഡായിട്ട് തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ഗ്രില്ല്. ആൻഡ് ഈ ഒരു ടയേഴ്സ് ആൻഡ് അലോയ്സ് ആണ് എനിക്ക് പേഴ്സണലി ഈ ഒരു വണ്ടിയുടെ ബ്യൂട്ടി കൂട്ടിയതായിട്ട് തോന്നിയത്. ഇവിടെ നല്ലൊരു മെഷീൻ കട്ട് അലോയ് വീൽസ് കാണാം. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ്, ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. ടയറിൻ്റെ ബ്രാൻഡ് വന്നേക്കുന്നത് കെല്ലി VFM 5 എന്നാണ് കാണുന്നത്. മുകളിലായിട്ട് നമ്മുടെ റൂഫ് റൈൽസ് കാണാം, ഫംഗ്ഷനിലാണെന്ന് തോന്നുന്നു. ആൻഡ് ബാക്കിലോട്ടേക്ക് എടുത്താൽ നമ്മുടെ സ്പോയിലർ അവിടെ കാണാം. ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ആൻഡ് ഈ ഒരു സ്റ്റാൻഡ്സ് തന്നെ അത്യാവശ്യം കൊള്ളാം, നല്ല രീതിയിൽ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ സ്മോൾ ബൾബ് ടൈൽ ലാംപ്സ്, നമ്മുടെ ടിപ്പിക്കൽ ബൊളേറോടെ. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റെപ്പിനി വീൽ ഇവിടെ വന്നിട്ടുണ്ട്. ലിവ് യങ് ലിവ് ഫ്രീ റിട്ടേൺ റൈറ്റ് ദെയർ. ആൻഡ് ഇനി നമുക്ക് സ്ട്രെയിറ്റ് അവേ വണ്ടി ഓടിച്ച് നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡോറൊക്കെ അൺലോക്കായി വന്നിട്ടുണ്ട്. ആൻഡ് സ്ട്രൈറ്റ് അവേ നല്ല രീതിയിൽ നമ്മൾ റേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഗൂർക്കയൊക്കെ പണ്ട് ഓടിച്ച പോലെ ആ ഒരു സ്റ്റാൻസിലാണ്, അപ്പർ സ്റ്റാൻസിലാണ് നമ്മൾ ഇരിക്കുന്നത്. നല്ല രീതിയിലുള്ള വ്യൂ ഉണ്ട്, നല്ല വൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം ലൈറ്റാണ്. ആൻഡ് ഗിയർ ഷിഫ്റ്റ്സ് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോൾ എൻഗേജ് ആയി നിൽക്കുന്നത്. നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. എനിക്ക് കാലൊക്കെ നല്ല സുഖമായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു വണ്ടി. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മാനുവലാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് റിക്ലൈനിലോട്ട് ഇടാം. ആൻഡ് സ്ട്രെയിറ്റ് അവേ നമ്മളിപ്പോൾ ഹൈവേ കയറി. സോ നമ്മളിപ്പോൾ അഥവാ സിഗ്നലൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ഓട്ടോ ഓഫ് നമുക്ക് ഓൺ ആയിട്ടാണുള്ളത്. ന്യൂട്രൽ ഇട്ടിട്ട് ക്ലച്ച് ഒന്ന് എടുത്താൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് എടുക്കണമെങ്കിൽ ക്ലച്ച് ഒന്ന് ജസ്റ്റ് പിടിച്ച് ഫസ്റ്റ് ഗിയർ ഇട്ടാൽ നമ്മുടെ വണ്ടി നമുക്ക് മുന്നോട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇതിലുണ്ട്. ഇത് നമ്മളെ മഹേന്ദ്രയിൽ സ്കോർപ്പിയോയിലും ഒക്കെയുള്ള ഫീച്ചറൊക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഓഫാക്കി ഇടാം. ഈ വണ്ടിയുടെ അറൈ മൈലേജ് വന്നത് അറൗണ്ട് ഒരു 16 കിലോമീറ്റർ ആണ് മഹേന്ദ്ര ആ ഒരു ടൈമിൽ ഈ ഒരു എഞ്ചിനിൽ ക്ലെയിം ചെയ്തത്. നമുക്ക് റിയൽ വേൾഡ് കണ്ടീഷൻസിൽ ഒരു 13 to 15 ഇടയിലൊക്കെ നമുക്ക് കിട്ടും ഈ ഒരു വണ്ടിക്ക് മൈലേജ്. ഈ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ ദിസ് മൈലേജ് റിവൽസും വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മൈലേജ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു വണ്ടിക്ക് അറൗണ്ട് ഒരു 60 ലിറ്റേഴ്സ് ഓഫ് ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് ശരിക്കും ബൊളേറോക്ക്. അപ്പോൾ ഒരു ഫുൾ ടാങ്കിൽ ഒരു 900 കിലോമീറ്റർ ഒക്കെ നമുക്ക് പിടിക്കാം ഈ ഒരു വണ്ടിയിൽ. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ടേണിംഗ് ഒക്കെ ഉള്ള റോഡിൽ കൂടെ നമ്മൾ ഓടിക്കുകയാണ്. ആൻഡ് ഇതിപ്പോൾ ഒരു ലാഡർ ഫ്രെയിം വണ്ടി ആയതുകൊണ്ട് ആസ് ടിപ്പിക്കൽ നമ്മുടെ ചെറിയൊരു ബോഡി റോൾ നമുക്ക് നോട്ടീസബിൾ ആണ്. ബട്ട് നമുക്കത് വലിയ ഈ ബോഡി റോൾ വണ്ടിക്ക് നമുക്ക് അതൊന്നും നമ്മളത്ര നോക്കത്തില്ല. ആൻഡ് ഇതിൻ്റെ സസ്പെൻഷൻ വന്നേക്കുന്നത് ഫ്രണ്ടിൽ നമ്മുടെ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ, ബാക്കിൽ ലീവ് സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോഡ് ക്യാരി ചെയ്യാൻ ഈ ലീവ് സ്പ്രിങ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡ് ക്യാരി ചെയ്യാം. ബട്ട് നമ്മുടെ
ഉള്ളിലുള്ള കംഫർട്ട് ലെവൽ വൈസ് കുറച്ച് കുറവായിരിക്കും ടിപ്പിക്കൽ നമ്മൾ വേറൊരു കാറിന് വരുമ്പോൾ. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നേക്കുന്നത് ഒരു 180 mm ആണ് വന്നേക്കുന്നത്. ടിപ്പിക്കൽ ഒരു കാറിൻ്റെയും നമ്മുടെ ട്രൂ ഓഫ് റോഡറിൻ്റെ ഒക്കെ ഒരു നടുത്തായിട്ടാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു റഫർ പാച്ചസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അത്ര വലിയ അടിയൊന്നും വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ റോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയൊക്കെ ഈ ഒരു റോഡൊക്കെ നമുക്ക് സുഖമായി ഓടിക്കാം. നമ്മൾ ഇപ്പോൾ ഇന്നോവയൊക്കെ ഓടിച്ച ആ ഒരു നേച്ചറാണ് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അത്ര രീതിയിലുള്ള അടിയൊന്നും അങ്ങനെ അങ്ങോട്ട് ക്യാബിനിലോട്ട് വരുന്നില്ല. ഈവൻ ദോ ലീവ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണെങ്കിലും അത്ര രീതിയിലുള്ള അടിയൊന്നും നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. ഇതൊരു റിയൽ വീൽ ഡ്രൈവ് വണ്ടിയും കൂടെയാണ്. അറൗണ്ട് കാല് കൊടുത്താൽ ജസ്റ്റ് പുഷസ്. നല്ലൊരു ഹയർ സ്റ്റാൻസിൽ തന്നെയാണുള്ളത്. ഇങ്ങനത്തെ റഫ് റോഡ്സിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ഒരു സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ട്. ആ ടോർക്ക് നമ്മളെ അങ്ങനെ പുഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിലോട്ട്. ഈവൻ ദോ നമ്മൾ അത്ര സ്പീഡൊന്നും എടുത്തില്ലെങ്കിലും ആ ഫീലൊന്നും വേറെ തന്നെ. അപ്പോഴാണ് നമ്മൾ ഗേറ്റ് ടച്ച് ചെയ്യുന്നത്. ഗ്രീനാണ്, നമുക്ക് അങ്ങനെ പോവാം. സ്ലോലിയാണ് നമ്മൾ മെല്ലിയാണ് സ്പീഡ്സ് പിക്കപ്പ് ചെയ്യുന്നത്. ഈ ഒരു വണ്ടി നമ്മൾ അങ്ങനെ സ്പീഡിൽ ഓടിക്കുന്ന ടൈപ്പ് അല്ല ശരിക്കും. നമ്മൾ നമ്മളേതായ രീതിയിൽ ടോർക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ഒരു ക്യാരക്ടറാണ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ. 0 to 100 എന്നാലും വരുന്നത് ഞാൻ പറയാം ഒരു 21 സെക്കൻഡ്സിലാണ് നമ്മുടെ 0 to 100 ഒക്കെ വരുന്നത്. ഒരു 125 kmph ഒക്കെയാണ് നമ്മുടെ ടോപ്പ് സ്പീഡൊക്കെ വരുന്നത്. നല്ല രീതിയിൽ അങ്ങനെ കാലോടുത്ത് ഓടിച്ചാൽ ഇൻവീച്ച് ലെവൽസ് എടുത്ത് നോക്കുമ്പോൾ ഹയർ സ്പീഡ്സിലൊന്നും അത്രയുള്ള വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ നൈസായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഡീസൽ എന്നുള്ള ആ ഒരു എഞ്ചിൻ എന്നുള്ള സൗണ്ടൊന്നും അങ്ങനെ ഉള്ളിലോട്ടൊന്നും നല്ല രീതിയിൽ ക്രീപ്പ് ചെയ്തൊന്നും വരുന്നില്ല. ഫുൾ RPM എന്നാലും ക്യാബിനൊക്കെ അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഇൻസുലേറ്റഡ് ആണ് എഞ്ചിൻ എന്നുള്ള നോയ്സൊക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് യൂട്ടേൺ എടുക്കാം. ഒരു 5.35 മീറ്ററാണ് നമ്മുടെ ടേണിംഗ് റേഡിയസ് വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ. ഇത്രയും വലിയൊരു വണ്ടിക്ക് 5.35 മീറ്റേഴ്സ് അത്യാവശ്യം നല്ലതാണ്. നല്ലൊരു ടേണിംഗ് റേഡിയസ് ആണ്. ഇതിപ്പോൾ സുഖമായിട്ട് വളഞ്ഞു വന്നിട്ടുണ്ട്. സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ 2 എയർ ബാഗ്സ് വന്നിട്ടുണ്ട്. ABS ഉണ്ട്. ബാക്കിയുള്ള ഇലക്ട്രോണിക്സും കാര്യങ്ങളൊന്നുമില്ല. ബൊളേറോയുടെ ക്രാഷ് ടെസ്റ്റ് ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ബോഡിയുടെ സ്ട്രെങ്ത് വൈസ് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരിക്കത്തില്ല. നമ്മളെ പുതിയ മഹേന്ദ്രയുടെ വണ്ടികൾക്കൊക്കെ അവർ നല്ല രീതിയിൽ സേഫ്റ്റിക്ക് കൺസേൺ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു RPMത്തിലൊക്കെ കുറച്ച് വൈബ്സ് നമ്മുടെ സ്റ്റിയറിംഗിലൊക്കെ വരുന്നുണ്ട്. ബട്ട് ഹയർ RPMത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഹയർ സ്പീഡ്സിലോട്ടൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത്. സോ റിയൽ വീൽ ഡ്രൈവ് ആണെങ്കിൽ പോലും ഈ ഒരു വണ്ടി നല്ല രീതിയിലുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. സോ അങ്ങനത്തെ ഒരു കെയർ ഫ്രീ ഓഫ് റോഡ് എക്സ്പീരിയൻസും പിന്നെ ഈ ഒരു റഗ്ഗഡ് സ്റ്റാൻസും വേണ്ടവർക്ക് ബൊളേറോ ഇസ് എ പെർഫെക്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ ഒരു വണ്ടി എടുത്തേക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം കുളത്തൂരുള്ള സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞ ഷോറൂമിലാണ്. ആ ഷോറൂമിന്റെ ഇതാണ് നമ്മുടെ ഷോറൂം വന്നേക്കുന്നത്. അറൗണ്ട് 76,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ബൊളേറോ. സെക്കൻഡ് ഓണർ ആണ്. ബട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഈ ഒരു വണ്ടി. അറൗണ്ട് 7.5 lakhs ആണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ്. ഞാൻ ഇവരുടെ നമ്പറൊക്കെ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഈ ഒരു വീഡിയോയിലും ആയിട്ട് ഇടാം. ആൻഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഡ്രൈവിൽ കാണാം. ഈ വണ്ടിയുടെ ലുക്ക് തന്നെയാട്ടോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. ഇതിപ്പോൾ ടയർ അപ്സൈസ് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് സ്പേസസ് വെച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ടയർ അത്യാവശ്യം പുറത്തോട്ട് തള്ളിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഗ്രാഫിക്സും ഈ ഒരു റഗഡ് നേച്ചറും ആയിട്ട് അത്യാവശ്യം കൊള്ളാം. പിന്നെ ആ ലൈറ്റ്സും കൂടെ ആകുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള സ്റ്റാൻസ് ഉള്ള വണ്ടി തന്നെയാണ് ഈ ഒരു ബൊളേറോ. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്തായാലും അടുത്ത ഡ്രൈവിൽ കാണാം.